ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അതായത് ജിൻഷൻ്റെ കല്യാണമാണ്. ഞാൻ 8ാം ക്ലാസ് മുതൽ +2 വരെ ഓളെ കൂടെ കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. +2ന് ശേഷം ഡിഗ്രി ഞാൻ ഓളൊപ്പം ചേരാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾക്ക് വേറെ കോഴ്സും എനിക്ക് വേറെ കോഴ്സും ആയിരുന്നു വേണ്ടത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേർപിരിയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് അവളുടെ കല്യാണമാണ്. അപ്പോൾ ഫാമിലി ആയിട്ടാട്ടോ അവൾ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉമ്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും റിയാനും ആട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അത് അവിടെ എത്തിയിട്ടുണ്ട്. ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താൻ. അങ്ങനെ ചെന്നപാടെ വെള്ളം കുടിച്ചു. അങ്ങനെ ഓളൊന്ന് കണ്ടു. അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണം അവിടെ ചെന്നപ്പോൾ ഫിദിയും ഫവാനൊക്കെ ആദ്യം ഹാജരായി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ +2 പഠിച്ച വേറെയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അനീന, ലമീസ് ഓരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ കരുതിയെങ്കിൽ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ എൻ്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ജിൻഷ പറയുമ്പോൾ ചെറുതായിട്ട് എൻ്റെ ഫാമിലിയും കൂടെയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടുമാണ് ഫാമിലിയാണ്. അത് ആ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ജിൻഷനെ മറ്റേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു കേട്ടോ. 10ാം ക്ലാസ് മുതൽ ഞാനും ഷാനിയും ജിൻഷയായിരുന്നു കേട്ടോ ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സ്. ഷാനിയ പറഞ്ഞാൽ ഞങ്ങളെ കൂടെ പഠിച്ചതല്ല, ഞങ്ങൾക്ക് ട്യൂഷന് പരിചയപ്പെട്ടതാണ്. ജിൻഷൻ്റെ അയൽവാസി കേട്ടോ. അങ്ങനെയായിട്ട് ഞാൻ കമ്പനി ആയത്. അങ്ങനെ ഷാനിയും ഞാനും ജിൻഷയും ഭയങ്കര ഫ്രണ്ട്സായി മാറിയതായിരുന്നു. ഇവരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ബിക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷാനിയൻ്റെ ജിൻഷൻ്റെ വീട്ടിലേക്ക് പോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ ഇടണമെന്ന് എഴുതിയതായിരുന്നു ഞാനും ഫവാനും ഫിദിയും ഷാനിയൊക്കെ. പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് ടൈമും കിട്ടിയില്ല, ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേ ദിവസം ഞങ്ങൾ ചെറുതായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ തലേ ദിവസം തന്നെ ഇരുന്ന് പഠിച്ചൊരു ഡാൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് നേരം പോലെ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ഇടാത്തത്. എന്നാലും ഞങ്ങൾ നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതായിരുന്നു. പക്ഷേ തലേ ദിവസം ഷാനിയക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഓള് മൈസൂരിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ ജിൻഷൻ്റെ കൂടെ 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്, +2ലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ +2ത്തെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോപ്പൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പാടൊന്നും ഇങ്ങനെ ഒത്തുകൂടി. അപ്പോൾ ഇങ്ങനെ ഇനിയൊരു കല്യാണം ഉണ്ടാവില്ലല്ലോ. അതായത് 10ാം ക്ലാസ് +2കാരും ഒപ്പം കൂടിയുള്ള കല്യാണം ഇനി വേറെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരുപാട് നേരം സ്റ്റേജിൻ്റെ താഴെ നിന്നിട്ട് തന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഓളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഓളെ ഉമ്മയും ഉപ്പയും കൂടെ കൂടിയിട്ട് ഓളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാട്ടോ ചെയ്യണത്. അങ്ങനെ ഇതാ ചെക്കന് കൈയൊക്കെ കൊടുത്ത് പിന്നെ അതിന് ശേഷം ഓരോ കുറേ ഫോട്ടോസ് എടുക്കലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓളങ്ങനെ കറക്കിയിട്ടും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഫ്രെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കൊടുക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ആ എടുത്തത് ഞാനിതിൽ ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാട്ടോ ചെയ്യണത്. പിന്നെ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു. ചെക്കൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ചെക്കൻ്റെ വീട് പാലോളിപ്പറമ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഇട്ടിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സ് ആരും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പൂതി ഉണ്ടായിരുന്നു പോകാൻ. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകുന്നേരം. അതായത് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോണില്ല എന്ന് വെച്ചു. പിന്നെ തിരിച്ചു വരലും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ സ്റ്റേജിന്മേൽ കയറാനുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനും ഫിദിയും ഫവാനിയും ഷാനിയനെ കാത്തിക്കുക കേട്ടോ. ഷാനിയ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓളെ കാത്തിക്കുകയാണ്. ഞങ്ങൾ 4ആളും പാടെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഫർസാനി എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഓളെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഷാനിയ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ 10ാം ക്ലാസ്സോരൊക്കെ ഇരുന്നു ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഫർസാന വന്നപ്പോഴേക്കും ഞങ്ങൾ ഫ്രെയിം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് തുണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെന്നിട്ട് ഇനിയും പിടിച്ച് നിൽക്കുക കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു ഞാനില്ല എന്ന്. പക്ഷേ ഓള് ഇയും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രെയിം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ 10ാം ക്ലാസ്സത്തോരെ എല്ലാവരും പാടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനി കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നത്. ഷാനി ഞങ്ങളെ കൂടെ 10ൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓളാണ് ഈ ഒരു വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഫ്രണ്ട്സുകളുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഉള്ളിൽ പോയി. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. ജിൻഷൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.